ചേച്ചി, സുൽ ചേച്ചി. ഹാ, ഇതാര് ബിന്ദുവോ? ചേച്ചി ഇതെങ്ങോട്ടാ? ഞാൻ ഈ കടയിൽ വരെ കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഈ രാവിലെ തന്നെയോ? അപ്പൊ ചേട്ടൻ വീട്ടിലില്ലേ? ആ, ചേട്ടൻ വീട്ടിലുണ്ട്. പക്ഷെ പുള്ളിക്കാരനെ നല്ല തലവേദനയൊക്കെ ഉണ്ടെന്ന്. അപ്പൊ പിന്നെ ഞാൻ തന്നെ പോയി വാങ്ങിക്കാൻ, ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ഓ, ഈ ജോലിയൊക്കെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ചെയ്യാലോ. ആ, അത് ശരിയാ, നമുക്ക് പോയി വാങ്ങിക്കാം. പക്ഷെ ചേച്ചി ഇത്ര കാലത്തെ കടയിൽ പോവാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ച ചേച്ചി നടക്കാനങ്ങനെ ഇറങ്ങിയതാണ്. ഹേ, നടക്കാനോ? ഞാനോ? അത് ഈ രാവിലെ? പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. അല്ലെങ്കിൽ തന്നെ എന്തിനാ നടക്കുന്നേ? എക്സസൈസ് ചെയ്യാൻ വീട്ടിൽ പിടിപ്പത് പണിയില്ലേ? രാവിലെ തൊട്ട് രാത്രി കിടക്കുന്ന വരെ പണി തന്നെ പണി. പിന്നെ എന്തിനാ എക്സസൈസ് ചെയ്യുന്നേ? അല്ല, നീ എങ്ങോട്ടാ? ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതായിരുന്നു. ഓ, അത് ശരി. നിനക്ക് പിന്നെ വീട്ടിൽ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ രാവിലെ എണീറ്റ് നടക്കാൻ ഇറങ്ങാം. എനിക്ക് ഇഷ്ടംപോലെ ജോലിയൊക്കെ ഉണ്ട്. പക്ഷേ ഞാനേ രാവിലെ എണീറ്റിട്ട് എല്ലാ ജോലിയും തീർത്ത് വെച്ചിട്ടാണ് നടക്കാൻ ഇറങ്ങുന്നേ. ഇങ്ങനെയൊക്കെ നടന്നാലേ നമ്മുടെ സൗന്ദര്യവും ശരീരവും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം തന്നെ ഈ നടത്തുക ചേച്ചി. ആണല്ലേ? ഷോ, ഞാൻ ആലോചിക്കായിരുന്നു നിന്റെ ഒരു കാര്യം. എന്താ ചേച്ചി? അല്ല, നീ ഇത്രയും നടത്തവും എക്സസൈസും എല്ലാം ചെയ്തിട്ടും നിന്നെ കാണാൻ ഇതല്ലേ അവസ്ഥ. അപ്പം പിന്നെ ഇതൊന്നും ഇല്ലാത്തപ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയതാ ഞാൻ.